1989 നെടുങ്കണ്ടം ബ്രാഞ്ചിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് തുടങ്ങിയ എൻ്റെ LICയിലെ നീണ്ട 36 വർഷക്കാലത്തെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ യാദൃശ്ചികമായി ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. അതിനുശേഷമാണ് എൻ്റെ ജീവിതം മാറുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം LIC തന്നെയാണ്. മോൻ വരുമെന്ന് അച്ഛൻ വിചാരിച്ചു. എല്ലാവരും തിരക്കി. കുഴപ്പമില്ല, ജോലി തിരക്കൊണ്ടായിരിക്കും, അച്ഛന് മനസ്സിലാവും. നീ എന്നാ വീട്ടിലേക്ക് വരുന്നത്? ഇവിടെ എനിക്ക് വല്ലാതെ ബോറടിക്കുന്നടാ. ഹലോ സഞ്ജു, ട്രെയിൻ എപ്പോഴാ? 8:30 എന്ത് പറ്റി എനിക്ക്? നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല സൗണ്ടില്. ഐ ഓക്കെ? എടാ ഐ എം ഓക്കെ, ഐ എം ഗുഡ്. അറിയാം, നീ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഐ വിൽ മാനേജ്. നീ നാട്ടിൽ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാ. പിന്നെ ഒരു കാര്യം, ഇത്തവണെങ്കിലും അവളോട് കാര്യം പറയണം. അതേടാ, ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം. എന്തായാലും ഐ വിൽ കോൾ യു. ചുമ്മാ പോയിട്ട് വന്നേക്കരുത് കേരളം. ഓക്കെടാ, താങ്ക് യു, ബൈ. നീറുമീ കാറ്റും കനൽ മൂടുമീ കാടും ഇനി നീലാച്ചാർത്തിൽ ഈറനാകാൻ മോഹമാർന്നീടും. പോകാതെ നീ ദൂരെ ഞാനിരുൾ വഴിയിൽ ചിരാതെ കെടാതെ പ്രാണനായിരിയൂ. നുരയുമോർമകളുള്ളോരം തഴുകുമിന്നൊരു നോവായി നീ വരാൻ കാവലായി ഞാനിതാ തനിയേ. എത്തിയോ? ട്രെയിൻ നേരത്തെ വന്നായിരുന്നോ? എന്നെ വിളിക്കായിരുന്നില്ലടാ. അല്ല, കുഴപ്പമില്ല, ഞാൻ എടുക്കാം. ആ നീ ആളാകെ മാറിപ്പോയല്ലോ. ഫ്രഷ് ആവുക, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്കാം. അയ്യോ, ചമ്മന്തി അവിടെ. ഡാ, ഞാനേ റൂമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഹലോ, ഞാൻ എത്തിയിട്ട് 1 മണിക്കൂറായി. ഞാനൊരു 9:30 ഇറങ്ങുന്ന പ്ലാനില്ല. ഞാൻ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം. നിനക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പം സെറ്റ്, നാളെ കാണാം. ഓക്കെടാ.
ഇതൊന്ന് കഴിച്ചു നോക്കി. നിന്റെ ഫേവറേറ്റ് അല്ലേ? അവളുണ്ടാക്കണ അത്രയൊന്നും വരില്ല, എന്നാലും ഒപ്പിക്കാം. പണ്ട് ഞാൻ അടൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ABMS തോമസ് സാറുണ്ടായിരുന്നു. തോമാസിനെ നിനക്ക് ഓർമ്മയില്ലേ? ആൾക്ക് ഈ ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമായിരുന്നു. തോമാച്ചന് എന്ത് കഴിക്കണമെങ്കിലും ഈ ചമ്മന്തിപ്പൊടി വേണമായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നിന്റെ അമ്മയുടെ റെസിപ്പി അല്ലേ? ആ കോവിഡിൻ്റെ ഒപ്പം കൂടിയതാ. ആയുർവേദ അലോപ്പതി ഒക്കെ നോക്കി, ഒരു കാര്യമില്ല. ഈ തായ്ലൻഡിൽ ഇതിനെന്തോ മരുന്ന് കിട്ടുമെന്ന് ഓഫീസിലെ മായ പറയുന്നത് കേട്ടു. അതും കൂടി ഒന്ന് നോക്കണം. അതെ, നല്ലൊരു തായ്ലൻഡ് പാക്കേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പോയാലോ? ഞാൻ നിന്നോടാ ചോദിച്ചേ. എന്തായിരുന്നു? അല്ല, നല്ലൊരു തായ്ലൻഡ് പാക്കേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പോയാലോ? ഒരുപാട് നാളായില്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്. ഞാനൊന്നുമില്ല, അച്ഛൻ്റെ ഗ്യാങ് ഇല്ലേ, അവരോടൊപ്പം പോയാൽ മതി. നിനക്ക് എങ്ങനെയുണ്ട് അവിടെ? ജോലിയൊക്കെ ഓക്കെ അല്ലേ? കുഴപ്പമില്ല. വേറെ നോക്കുന്നുണ്ടോ നീ? UK യിലേക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. അത് റെഡിയായി ഞാനൊരു 3 മാസം കഴിയുമ്പോൾ പോവും. ആ, അത് നല്ലതാടാ. നീ അത് നോക്ക്. നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് കളയണ്ടല്ലോ. പിന്നീട് ചിലപ്പോൾ അതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അല്ല, നീ മതിയാക്കിയോ? ഒട്ടും കഴിച്ചില്ലല്ലോ. ഇപ്പൊ പൊതുവെ ഭക്ഷണം കുറവാ. കറിയൊന്നും ഇഷ്ടപ്പെടാത്തോണ്ടാണോ? ഒന്നുമില്ല. നീ 1-2 ദിവസം നിന്നിട്ടല്ലേ പോവുള്ളൂ? ഇല്ല, നാളെ രാവിലത്തെ ട്രെയിൻ തന്നെ പോകും. എടാ, നീ വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങോട്ട് വരുന്നത്? അപ്പം 2 ദിവസം നിൽക്കാൻ പാത്തിന് തയ്യാറായിട്ടൊന്നും വരാൻ പാടില്ലായിരുന്നു. എനിക്കവിടെ ഓഫീസിൽ കുറേ വർക്കുണ്ട്. ദിവ്യയുടെ കല്യാണോട് മാത്രം വന്നതാണ്. കല്യാണം എവിടെ വെച്ചാ? ഗുരുവായൂർ. നീ എങ്ങനെയാ പോകുന്നേ? ഞാൻ ഊബർ. എടാ, നമ്മുടെ കാർ എടുത്തോണ്ട് പോടാ. കാറ് അതിൻ്റെ കീ ദേ അവിടെ ഇരിപ്പുണ്ട്. എത്ര നാളായടാ കണ്ടിട്ട്? ഇടയ്ക്കൊന്ന് വന്ന് കണ്ടൂടെ? തിരക്കാടോ. ഓ, ബിസി മാൻ. നമുക്കാർക്കും തിരക്കില്ലാത്ത പോലെ. ആട്ടെ, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാരെയും കുറെ നാൾക്ക് ശേഷമാണ് നേരിട്ട് കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ കൂട്ടുകാരെ കല്യാണമൊക്കെ കൂടി നടന്നാ മതിയോ? എന്താ മോനെ, നമുക്കും വേണ്ട ഒരു കല്യാണം. കേട്ടോടാ വധുരി, നല്ല പ്രായമല്ലേ? ആ കൂറ സംസാരത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ടീച്ചറാണത്ര ടീച്ചർ. അല്ല, നമ്മുടെ പ്ലാൻ എന്താ? ചേട്ടൻ ആദ്യം വണ്ടി എടുക്ക്. ഓക്കെ. ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാവോ? ഓ, പിന്നെ പറ, എങ്ങനെയുണ്ട് അധ്യാപനമൊക്കെ? നീ പറയുന്നൊക്കെ പിള്ളേർ കേൾക്കുന്നുണ്ടോ, അതോ നിന്നെ എക്സ്ട്രാ 500 വരപ്പിക്കുന്നുണ്ടോ? ഓടാ, നമ്മളവരെ ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. എന്റെ പിള്ളേരൊക്കെ അടിപൊളിയാ. ഞാനിടയ്ക്ക് റീൽസ് ഒക്കെ കാണാറുണ്ട്. എന്റെ രീതികൾ അവിടുത്തെ സീനിയർ ടീച്ചേഴ്സിനൊന്നും വർക്കല്ല. അതുകൊണ്ടെന്താ, ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കുട്ടികൾ കേൾക്കും. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ. എന്തായാലും നീ അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വരാഞ്ഞത് മോശമായിപ്പോയി.
അപ്പം ലീവ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് കല്യാണത്തിന് വരാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും അച്ഛൻ്റെ ഫംഗ്ഷനേക്കാളും വലുതല്ലല്ലോ ഈ കല്യാണം. നിനക്കല്ലേ അറിയാമെന്നല്ലേ അത്, എന്നിട്ടാണോ? ഒന്ന് പോയേ സഞ്ജു. അല്ല, നീ ഇന്നലെ അച്ഛനോട് സംസാരിച്ചായിരുന്നോ? എന്ത് സംസാരിക്കാൻ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, അത്ര തന്നെ. സമയം കിട്ടിയില്ല, അപ്പോഴേക്ക് ഇറങ്ങിയില്ലേ. ബെസ്റ്റ്. എന്താടാ ഇത്, നിനക്കിപ്പോഴും അച്ഛനോട് ദേഷ്യ? എടാ ദേഷ്യമൊന്നുമില്ല, പക്ഷെ എന്തോ പണ്ടേ അച്ഛനും ഞാൻ തമ്മിൽ സംസാരം ഭയങ്കര കുറവാ. എനിക്കെന്തെങ്കിലും അച്ഛനോട് പറയാണ്ടെങ്കിൽ തന്നെ അത് അമ്മ വഴിയായിരിക്കും, അതുപോലെ അച്ഛനും. പക്ഷെ സ്നേഹത്തിന് കുറവൊന്നുമില്ല. അച്ഛൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയം മുതൽ എന്നും ഓഫീസിൽ എന്തെങ്കിലും ടീ പാർട്ടി ഉണ്ടായിരിക്കും. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി ആദ്യം നോക്കുന്നത് അച്ഛൻ്റെ ലഞ്ച് ബോക്സാണ്. അതിലുണ്ടാവും അച്ഛൻ്റെ പാർട്ടിയുടെ ആ ഒരു ഫുഡ്. അവിടെ നിന്ന് എന്ത് കഴിയാൻ കിട്ടിയാലും അച്ഛൻ കഴിക്കില്ല, എനിക്ക് കൊണ്ടുവരും. അതിപ്പോൾ പാർട്ടി ഇല്ലെങ്കിലും ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ലൈഫിൽ കഴിച്ച ഏറ്റവും ടേസ്റ്റിയസ്റ്റ് പപ്സ് അച്ഛൻ്റെ ലഞ്ച് ബോക്സിൽ നിന്നാണ്. അച്ഛൻ പൊതുവെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. നിനക്ക് നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ഓർമ്മയുണ്ടോ? ചേട്ടാ, ഇന്ന് മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആയിരുന്നു. അവനായിരുന്നു നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ. സമ്മാനം വാങ്ങാൻ നേരം എല്ലാവരുടെയും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ചേട്ടൻ വരാത്തോണ്ട് അവൻ വലിയ സങ്കടത്തിലാണ്. കരഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിയത്. വേണ്ട സമയത്ത് നമുക്ക് അവരെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞൊരു പിന്നെ എന്താ കാര്യം? ഒരു പ്രായം വരെ ബോർഡിങ്, ഹോസ്റ്റല് അങ്ങനെ പോയി. വെക്കേഷൻ വരുമ്പോൾ പോലും അച്ഛൻ വീട്ടിലുണ്ടാവത്തില്ല. പിന്നെ എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി, ഞാൻ അങ്ങ് പോയി. ഞങ്ങൾ തമ്മിൽ ശരിക്കും അങ്ങനെ തുറന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാവാം ഞങ്ങളുടെ ഇടയിലൊരു ഗ്യാപ്പ് വന്നത്. ഇപ്പോൾ അച്ഛൻ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ അതിന് കഴിയുന്നില്ല. അതാണ് സത്യം. അത് പക്ഷെ ദേഷ്യം കൊണ്ടൊന്നുമല്ല. ഞാനീ പറയുന്നതൊക്കെ നിനക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിലാവും. നീ പറഞ്ഞത് ശരിയാ. നിന്റെ അച്ഛനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. നിന്റെ അച്ഛനെ നീ കാണുന്നതിൽ കൂടുതൽ ഇപ്പം ഞാനാണല്ലോ കാണുന്നേ. അപ്പം എനിക്കറിയാം. എന്തായാലും ഇനി നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഈ ജാടയൊക്കെ മാറ്റിപ്പോയി മിണ്ടാ നോക്ക് ചക്ക. ചുമ്മാ വെറുതെ ഓരോന്നും ചിന്തിച്ചു. ഇപ്പൊ തന്നെ 60 വയസ്സായ ആ മനുഷ്യന്. നീ ഇനി UK കൂടെ പോയി കഴിഞ്ഞാലോ പൂർത്തിയാവും. അവൻ എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു. അവൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു അകൽച്ച പോലെ. അവനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. എന്തൊക്കെയോ നേടിയെന്നുള്ള അഹങ്കാരമായിരുന്നു എനിക്ക്. അതെല്ലാം പോയി കിട്ടി. സത്യത്തിൽ ഞാനൊരു മോശം അച്ഛനായിരുന്നല്ലേ? നീ എന്തെങ്കിലും തിരക്കിലാണോ? ഏയ് കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞോ. ഹോളിലേക്കൊന്ന് വരാമോ? ആ ആ എടാ, നീ അടിക്കുവോ? എന്താ വെച്ചാ? എടാ, നീ ഡ്രിങ്ക്സ് കഴിക്കുമെന്നാ ചോദിച്ചത്. നീ കഴിക്കുന്നൊക്കെ എനിക്കറിയാം. നീ ഇവിടെ ഇരിക്കുക, എനിക്കൊരു കമ്പനി താ. ഇത് മതിയോ? വെള്ളോ? എടുക്കടാ. അല്ല ഇപ്പൊ ഇത് പിടിക്കേ. എന്താ ഇങ്ങനെയൊക്കെ?
എനിക്കെന്താ വട്ടായെന്നാണോ നീ വിചാരിച്ചേ? നമ്മൾ തമ്മിൽ ഇതുവരൊന്നും ശരിക്കും സംസാരിച്ചിട്ട് പോലില്ല അല്ലേ? നിനക്കെന്താ വേണ്ടത്? നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? അതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ നിനക്ക് എന്നെ കണ്ടു കിട്ടണ്ടല്ലേ? ഞാൻ നാട്ടിലുള്ളപ്പോൾ നിനക്ക് ട്യൂഷൻ, എൻട്രൻസ്, നിനക്കെന്നോട് നല്ല ദേഷ്യം ഉണ്ടല്ലോടാ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഒന്ന് പിന്നോട്ട് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നടാ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവേണ്ട സമയത്തൊന്നും എനിക്കുണ്ടാവാൻ സാധിച്ചില്ലല്ലോ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡൽഹിയിലൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി കിട്ടി അങ്ങോട്ട് പോകേണ്ടി വന്നു. വീട്ടിലെ സ്ഥിതിയൊക്കെ ആ സമയത്ത് വളരെ മോശമായിരുന്നു. നിൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് തന്നെ KSEBയിൽ ജോലി കിട്ടി, അവൾ പഠിക്കുന്ന സമയത്ത് തന്നെ. എനിക്ക് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കണമെങ്കിൽ ഒരു സർക്കാർ ജോലി നിർബന്ധമായിരുന്നു. അന്ന് എൻ്റെ കൊച്ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ LICയിൽ പരീക്ഷ എഴുതാൻ പോയത്. എന്തോ ഭാഗ്യം കൊണ്ടന്ന് ജോലി കിട്ടി. അങ്ങനെയാണ് എൻ്റെ ലൈഫ് മൊത്തത്തിലൊന്ന് മാറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ഥാപനവും അവിടുത്തെ ആൾക്കാരും ഒക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിലൊരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റും പരിപാടികളൊക്കെ ആയിട്ട് ചുറ്റും ആളുകളും പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ എൻഗേജഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോയാലൊരു തോന്നലും, അത് കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലിങ്ങനെ വല്ലാത്തൊരു പേടി തോന്നുന്നു മോനെ. ഒരു ചികിത്സ അടിക്കടാ. നീ എന്നോടൊന്നും പറയാറില്ലെങ്കിലും സ്വാതി എന്നോടെല്ലാം പറയാറുണ്ട്. അവൾക്ക് നിന്നോടെന്തോ ഒരിതുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഞാനത് അച്ഛനടുത്ത് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇപ്പൊ UK പോണേ? എന്തിനാന്ന് ചോദിച്ചാ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? നിനക്കെന്നെ കെട്ടാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ കുറെ കല്യാണാലോചന വരുന്നുണ്ട്. അതൊന്നും വർക്കാവുന്നില്ല. പക്ഷെ നിന്റെ വൈബ് എനിക്ക് ഓക്കെയാ. അവന്റെ രീളി ഒരു ശരി. ഇത്ര നാൾ അവളോട് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നിനക്കിത് മാത്രം മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ ഇത്രയും കാലം എടുത്തില്ലേ? അതുപോലെ അവളുടെ വീട്ടില് ആലോചനകൾ കുറെ വരുന്നുണ്ടെന്ന് അവള് പറഞ്ഞത്. അപ്പൊ ഇനി ലേറ്റ് ആക്കണ്ട, നാളെ തന്നെ നമുക്ക് പോയാലോ? അതും അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. നമുക്ക് പോയേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇൻജുറീസ് ടു ഹെൽത്ത് ആണ്. ഞാൻ ഒരു സിഗരറ്റ് എത്തിച്ചോട്ടെ? കത്തിച്ചോ. ആ ഒരു പഫ് കള. അത് വേണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്തായാലും നിർത്താൻ പോവാൻ കേട്ടോ. അല്ല, വെറുതെ ആവശ്യമില്ലാത്ത പണി ചെയ്യണ്ട, ഞാൻ ബാക്കി വലിച്ചോളാം. എന്നും വലിക്കാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ബാംഗ്ലൂർ ഫ്രീ ഉള്ളപ്പോൾ.